കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഇന്നു നമ്മൾ രക്ഷാകരമായ വിശുദ്ധ നോമ്പിലെ 26-ാം ദിവസത്തിലാണ് ദൈവകൃപയാൽ എത്തിയിരിക്കുന്നത്. ഈ വിശുദ്ധ നോമ്പ് കാലം ആത്മാവിൻ്റെ നവീകരണത്തിൻ്റെ ഒരു യാത്രയായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ 26-ാം ദിവസത്തിലെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത്, നിന്റെ ജീവിതം കഴിഞ്ഞ കാര്യങ്ങളിൽ, നിന്നിൽ നിന്ന് അകന്നുപോയ ദിവസങ്ങളെക്കുറിച്ചും നീ ചിന്തിച്ച് കുടുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. പഴയ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, പ്രിയ ദൈവമക്കളെ, നമ്മിൽ പലരും കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളും പാപങ്ങളും പരാജയങ്ങളും മനസ്സിൽ വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. നാം പലപ്പോഴും ചിന്തിക്കും, ഞാൻ ഇത്രയൊക്കെ പാപം ചെയ്തവനാണ്, ദൈവം ഇനിയും എന്നെ സ്വീകരിക്കുമോ? പക്ഷേ യേശു തമ്പുരാൻ പറയുന്നത്, പഴയത് ഓർക്കേണ്ട. ദൈവം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മെ കുറ്റപ്പെടുത്തുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ഉദയം അസ്തമനത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു എന്നാണ്. ദൈവം ചെയ്യുന്ന പുതിയ പ്രവർത്തനമാണത്. വിശുദ്ധ നോമ്പ് കാലത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് പുതിയ ഒരു തുടക്കം എന്നതാണ്. ക്രിസ്തുവിൻ്റെ വഴിയെ ഒരു മനുഷ്യൻ നടന്നാൽ അവൻ്റെ ജീവിതം മാറും. അതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന്. അവൻ്റെ പഴയ ജീവിതം കഴിഞ്ഞു, പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അതാണ് മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന നമ്മുടെ ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുമെന്നാണ്. ഇതൊരു വലിയ പ്രത്യാശയുടെ വചനമാണ്. ഇതൊരു വലിയ പ്രത്യാശയാണ് പ്രിയ ദൈവമക്കളെ. മരുഭൂമി എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നങ്ങളാൽ നിറഞ്ഞ ഒരു ജീവിതത്തെക്കുറിച്ചാണ്. നിർജ്ജന പ്രദേശം എന്ന് പറയുന്നത് പ്രത്യാശയില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ്. പക്ഷേ ദൈവം അവിടെയും പുതിയ വഴികൾ നിനക്കായി തുറക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിശുദ്ധ നോമ്പ് നമ്മെ പുതുക്കുവാൻ ദൈവം നൽകുന്ന ഒരവസരമാണ്. വലിയ നോമ്പ് ദൈവം നമ്മെ വിളിക്കുന്നു. നമ്മെ പാപത്തിൽ നിന്ന് മടങ്ങി വരുവാനായിട്ട്, അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവീനെന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാണ്
യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പ്രിയ ദൈവമക്കളെ, വിശുദ്ധ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തിന്റെ പുതിയ ഒരു തുടക്കമായി മാറ്റുവാൻ വേണ്ടിയുള്ളത്. ഈ വിശുദ്ധ നോമ്പിൽ ആത്മാവിന്റെ നവീകരണത്തിന്റെ ഈ യാത്രയുടെ അവസാനത്തിൽ നാം കാണുന്നത് ക്രൂശിലൂടെ വരുന്ന പുതിയ ഒരു ജീവിതമാണ്. ക്രിസ്തുവിന്റെ ക്രൂശ്, ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്റെയും നിന്റെയും ആ പഴയ ജീവിതത്തെ, പാപത്തെ ഒന്ന് പുതുക്കി നിന്നെയും എന്നെയും ഒരു പുതിയ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതിനായിട്ടാണ് അവൻ സ്വന്തം രക്തം നമ്മുടെ വിലയായി നൽകി കാൽവരി കുരിശിൽ യാഗമായി തീർന്നത്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നാം അവന്റെ മരണത്താൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ. ആമേൻ. ദൈവം ഇന്നും നമ്മോട് ചോദിക്കുന്നു, ഞാൻ പുതിയൊന്നു ചെയ്യുന്നു, നിങ്ങൾ അതറിയുന്നില്ലയോ എന്നാണ്. ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ ഒരുക്കുന്നു. പക്ഷേ നീ പഴയ പാപങ്ങളെ പിടിച്ചു നിൽക്കുമ്പോൾ, അതും പേറി നടക്കുകയാണെങ്കിൽ പുതിയത് സ്വീകരിക്കുവാൻ, പുതിയ ഒരു മനുഷ്യനാകുവാൻ നിനക്ക് സാധിക്കില്ല. പ്രിയ ദൈവ പൈതലേ, പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വലിയ നോമ്പിന്റെ ഈ 26-ാം ദിവസം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ പഴയ ആ ജീവിതം വിട്ടകന്നു നിൽക്കുവാൻ തമ്പുരാനെ എനിക്ക് ശക്തി തരണമേ, മനോധൈര്യം നൽകണമേ, എൻ്റെ ഹൃദയത്തിൽ പുതിയ ഒരു ആത്മാവിനെ സൃഷ്ടിക്കണമേ. ദൈവമേ, എൻ്റെ ഉള്ളിൽ അനുതാപമുള്ള, വെടിപ്പുള്ള, ശുദ്ധമാർന്ന ഒരു ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി നൽകണമേ. ഈ വിശുദ്ധ നോമ്പ് കാലത്തിലൂടെ നാം അങ്ങനെ പുതുക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ ദൈവം നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷിയാകും. അപ്രകാരം ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ ഈ വിശുദ്ധ നോമ്പ് നമുക്കേവർക്കും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വചനം ശ്രവിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.